ഞാൻ തിരികെത്താം. ശ്രീ എം ജയചന്ദ്രൻ, ബിച്ചുനാളിക താങ്കൾക്ക് വരുന്നതിന് മുമ്പ്, എം ജയചന്ദ്രൻ, ഇത് വലിയൊരു വിഷയമുണ്ടാക്കുക, അങ്ങനെ കേരളം മുഴുവൻ ചിന്തിക്കുക, ഒരു പൂക്കളം ഇട്ടാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുക, ഒരു അത്തപ്പൂക്കളത്തിൻ്റെ കാര്യമാണ് ഇത്. അങ്ങനെ കണക്കാക്കി പോകുന്നതിന് പകരം ഇതൊരു വലിയ വിഷയമാക്കുക, ഇതിൽ കേസെടുപ്പിക്കുക, FIR ഇടുക. ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിഷയമാണോ എന്ന് ചോദിക്കേണ്ടി വരിക, അതൊട്ട് FIR ഇല്ലതാനും. ഇങ്ങനെ വലിയ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഓണത്തിന് പൂക്കളമിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥലമായി മാറിയോ? CPM പോലീസിനെ ഉപയോഗിച്ച് ഈ രീതിയിലുള്ള ധാർഷ്ട്യം കാണിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്ത് സെൽഫ് ഗോളാണ് പോലീസിനെ വെച്ച് കാണിക്കുന്നത് സർക്കാരും പോലീസും? അല്ല, ഇപ്പൊ അപർണ ചോദിച്ചല്ലോ, പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ത് സെൽഫ് ഗോളാണെന്ന് തന്നെയാണല്ലോ ചോദിച്ചത്. ഇതിൻ്റെ അകത്ത് ഭരണകക്ഷിയിലെ ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടതായി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അങ്ങനെ തർക്കമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന്. രണ്ടാമത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് തർക്ക വിഷയം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയുന്നത് ആരാണ്? RSSുമായും BJPയുമായും ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമാണ്. ഇത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്, തർക്കം അതാണ്, അതുകൊണ്ട് രാജ്യദ്രോഹമാണ്, ഇത് പാകിസ്ഥാനല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇത് മാത്രമല്ല അപർണ, ഇതൊരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്നേ. ഇപ്പൊ കേണൽ ദിനി ഇവിടെ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ, അർത്ഥസത്യമാണ് അദ്ദേഹം പറഞ്ഞത് മുഴുവനും. ഇതൊരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്ന് പറയുന്നത് മറ്റ് പല കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് വെക്കാതെ ഇതിനെ കാണാൻ കഴിയില്ല. ജൂൺ 5-ാം തീയതി അടുത്ത ഈ വർഷം ജൂൺ 5-ാം തീയതിയാണ് ആദ്യം തുടങ്ങിയത് രാജ്ഭവനിൽ. എന്തായിരുന്നു? ഭാരത് മാതാ വിവാദം. അത് കഴിഞ്ഞ് ജൂൺ 19-ാം തീയതി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടി അതേ രാജ്ഭവനിൽ. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട വിഷയം. അത് കഴിഞ്ഞ് ഇപ്പൊ ഇതാ ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങി, ഏതാണ്ട് ഒരു മാസം മുമ്പ് തുടങ്ങി പിന്നെ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പരസ്യമായി ആഹ്വാനം. ഞാൻ ജനൻ ടിവിയിൽ 2-3 ചർച്ചകൾ പങ്കെടുത്ത ആളാണ്. SJR കുമാറിനെ പോലുള്ളവർ ഞങ്ങളിത് നടത്താൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, അതങ്ങനെ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അത് ഞാൻ ചോദിച്ചതാണ്. പിന്നീട് അതിൽ നിന്ന് അവർ മാറിയിട്ട് 22-ാം തീയതി ബദൽ സംഗമം നടത്തുന്നു. ഓക്കെ, നടക്കട്ടെ. അപ്പൊ ഇപ്പോ ഇത് വീണ് കിട്ടിയപ്പോ ഇവിടെ ഇവര് ഹൈലൈറ്റ് ചെയ്യുന്ന ഏതാണ് ഇഷ്യൂ? ഇവിടെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. മനുഷ്യനെ വൈകാരികമായി ഉത്തേജിപ്പിക്കാമല്ലോ. പ്രശ്നം ഇതാണ്, എങ്ങനെയാണ് ഭൂരിപക്ഷ സമുദായത്തിലോ ഡിവിഷൻ ഉണ്ടാക്കാൻ കഴിയുക? ഇപ്പോ അപർണവെന്ന് ചോദിച്ചു ചില കാര്യങ്ങൾ. വർഷങ്ങളായി ഈ പറഞ്ഞ മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ പിന്നെ RSS നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഭരിച്ചിരുന്നത്. എല്ലാ വർഷവും അവർ പൂക്കളം ഇടുമായിരുന്നു. അതിലെ RSSുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ പിന്നെ എഴുതി തന്നെ വെക്കുമായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്ക വിതർക്കങ്ങൾ ഉണ്ടായി. ഇത്തവണ അതിന്റെ പാരമ്യത്തിലെത്തി. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ CPMകാർ മാത്രമല്ല കേട്ടോ, കോൺഗ്രസ്സുകാരുമുണ്ട്. കോൺഗ്രസ്സുകാരും CPMും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് RSSുകാരെ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത വിധം ന്യൂനപക്ഷമാക്കിക്കൊണ്ട് ഭരണസമിതിയിൽ വന്നത്. അതാണിപ്പോ നടക്കുന്നത്. എന്നിട്ടിപ്പോ പിന്നെ ട്രഷറർ പറഞ്ഞല്ലോ, അതാണ് അതിനകത്ത് ആർക്കും പരിശോധിക്കാവുന്ന. കേരള ദിന്നി അവിടെ പോയ ആളായിട്ട് ഒരു അദ്ദേഹം പറയാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തതെന്നുള്ള അദ്ദേഹം മറുപടി പറയുമായിരിക്കാം. കാരണം 2 പൂക്കളങ്ങളും വെളുപ്പിനെ തീരുന്നത് വരെ പോലീസുകാർ അവിടെ ഉണ്ട്. അപ്പോഴിതൊന്നും എഴുതി വെച്ചിട്ടില്ല, പ്രശ്നങ്ങളുമില്ല. അതിനുശേഷമാണ് ചിഹ്നങ്ങളും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും വരുന്നത്. അപ്പോഴാണ് എതിർ വിഭാഗങ്ങൾ അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും തർക്കമുണ്ട് പ്രസിഡന്റ്, ഞങ്ങൾക്കും തർക്കമുണ്ട് സെക്രട്ടറി, ഞങ്ങൾക്കും തർക്കമുണ്ട് ഖജാൻജി എന്ന് പറഞ്ഞ് പിന്നെ അതൊരു പിന്നെ ഈ തർക്കമായിട്ട് തുടങ്ങുകയും തർക്കം വാക്കേറ്റമാവുകയും വാക്കേറ്റം കയ്യേറ്റമാകാതിരിക്കാനായിട്ടാണ് അവര് തന്നെ, ഭരണസമിതി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അല്ലാതെ വേറെ വഴിയില്ല അവരുടെ മുമ്പിൽ. അല്ലെങ്കിൽ ഭരണസമിതി ഇതിന്റെ ഭാഗമായി നിൽക്കണം. ഈ വാക്കേറ്റം കയ്യേറ്റമായി മാറുന്നതിന് അവർ സാക്ഷിയായോ അല്ലെങ്കിൽ കൂടെയോ ചേരേണ്ടി വരും. ആ സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇത് നടപ്പാക്കിയത് ഏതാണ്? നടപ്പാക്കിയത് ഹൈക്കോടതി വിധിയാണ്. ഹൈക്കോടതി വിധിയിൽ എന്താണ് പറയുന്നത്? ഞാൻ അധികമൊന്നും പറഞ്ഞു പോകുന്നില്ല ഈ ആദ്യഘട്ടത്തിൽ. ഇത്ര മാത്രമേ ഉള്ളൂ. FIRൽ RSS അനുഭാവികളും പ്രവർത്തകരുമായ 1ഉം 2ഉം പ്രതികൾക്കും കണ്ടാലറിയാവുന്ന മറ്റ് 25ഓളം പേർക്കും സ്ഥലത്ത് കലാപം ഉണ്ടാക്കണമെന്നുള്ള കരുതലോടും കൂടി ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിരിക്കെ പ്രതികൾ ആയതിനു വിപരീതമായി 4/9/2025 രാത്രി 9 മണിയോടെ ശാസ്താംകോട്ട വില്ലേജിൽപ്പെട്ട മുതുവിലാക്കാട് പാർശ്വനാഥ ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളവും RSSന്റെ കൊടിയെ സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടി നിർമ്മിച്ചും
ക്ഷേത്രത്തിൽ നിന്ന് 50 മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്തായി ഛത്രപതി ശിവജിയുടെ പടം വെച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ തമ്മിൽ കലാപം ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത്, ഇത് പോലീസ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതി പോലീസിന് ചെവിക്ക് പിടിക്കും. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ് എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് ഈ ഉത്സവകാലത്ത് എന്നുള്ളത്. അതിന്റെ വയലേഷൻ ഉണ്ടാവാതിരിക്കാൻ വെളുപ്പാങ്കാലം വരെ പോലീസ് കാവൽ നിന്നു. പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പോലീസ് പിരിഞ്ഞപ്പോഴേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അത് തങ്ങളാൽ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കിയ സ്റ്റേഷനിലേക്ക് പോയി. ഒന്നും ചോദിച്ചോട്ടെ, ഒന്ന് വഴങ്ങി തരുമോ? തീർച്ചയായിട്ടും ചോദിക്കൂ സാർ. സാർ പറഞ്ഞത് ഇപ്പം ശരിയാണ്. അപ്പം ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂവും എന്നിട്ടാണ് പറയുന്നത്. അപ്പൊ അനുവാദമില്ലാതെ പൂക്കൾ അവിടെ ഇടുകയാണെങ്കിൽ എന്തിനാണ് സർ പിന്നെ പോലീസ് അവിടെ കാവൽ നിന്ന് പോലീസിന്റെ നിരീക്ഷണത്തിൽ അത് ചെയ്തത്? അല്ലെങ്കിൽ എന്തിനാണ് സർ പോലീസ് വന്നിട്ട് ഈ രണ്ട് ഭാഗത്തൊക്കെ നിങ്ങൾ ഇവിടെ ഇട്ടോളൂ എന്ന് പറഞ്ഞത്? അതെന്താണെന്ന് സാർ പറയാം. ഒറ്റ സെക്കൻഡ് ശ്രീ കേണൽ ഡിനീസ്, ഞാൻ എം ജയചന്ദ്രനിലേക്ക് തന്നെ വരാം. ഇപ്പോൾ പൂക്കളം ഇട്ട RSS പ്രവർത്തകൻ ഒരാള് സെൻലാല് നമുക്കൊപ്പം